ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റേണിറ്റി എന്ന പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അതിലെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. ആദ്യം ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന ഭാഗം നോക്കാം. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: How did the child become a problem to Mikali and the other in refugee camp? How did the child become a problem? എങ്ങനെയാണ് കുട്ടി ഒരു പ്രശ്നമായി തീർന്നത്, ഒരു പ്രോബ്ലമായി തീർന്നത്? ആർക്ക്? ടു മിക്കാലി ആൻഡ് ദ അതേഴ്സ് ഇൻ റെഫ്യൂജി ക്യാമ്പ്. മിക്കാലിക്കും അതുപോലെ റെഫ്യൂജി ക്യാമ്പിലെ മറ്റുള്ളവർക്കും കുട്ടി എങ്ങനെയാണ് പ്രശ്നമായത്? വാട്ട് ഇംപ്രഷൻ ഡു യു ഗെറ്റ് അബൌട്ട് മിക്കാലി ഫ്രം ദ വേ ഹി ഫേസ്ഡ് ദ പ്രോബ്ലം? മിക്കാലി ഈ പ്രശ്നം അഭിമുഖീകരിച്ചപ്പോൾ മിക്കാലിയുടെ ഇംപ്രഷൻ എങ്ങനെയായിരുന്നു? ആ കുട്ടി എങ്ങനെയാണ് അവർക്ക് ശല്യമായത്? ആ കുട്ടി എപ്പോഴും കരയും രാത്രികാലങ്ങളിലൊക്കെ. അത് മിക്കാലിക്കൊരു പ്രശ്നമായിരുന്നു, റെഫ്യൂജി ക്യാമ്പിലുള്ളവർക്കും. എന്നാൽ അങ്ങനെ കരയുന്ന കുട്ടിയെ മിക്കാലി എങ്ങനെയാണ് ഏറ്റെടുത്തത്? അവനൊരു ധീരനായ ആളാണ്. കഴിവിൻ്റെ പരമാവധി, അവനെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി അവൻ ആ കുട്ടിയെ സംരക്ഷിച്ചു. അങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് മിക്കാലിസ് എക്സ്പീരിയൻസ് ഇൻ ദ അർമേനിയൻ ക്യാമ്പ് ആൻഡ് ദ അനറ്റോളിയൻ ക്യാമ്പ്. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ്? 2 ക്യാമ്പുകളെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ടല്ലേ. ഡിസ്ക്രൈബ് മിക്കാലിസ് എക്സ്പീരിയൻസ്, മിക്കാലിയുടെ എക്സ്പീരിയൻസ് വിവരിക്കാനാണ്. ഇൻ ദ അർമേനിയൻ ക്യാമ്പ്, അർമേനിയൻ ക്യാമ്പിലും ആൻഡ് ദ അനറ്റോളിയൻ ക്യാമ്പ്, അനറ്റോളിയൻ ക്യാമ്പിലും മിക്കാലിയുടെ എക്സ്പീരിയൻസ്. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ്? ഇത് രണ്ടും തമ്മിൽ, ഈ 2 ക്യാമ്പുകളിലുള്ള വ്യത്യാസം എന്തായിരുന്നു വ്യത്യാസം? അർമേനിയൻ ക്യാമ്പിൽ മിക്കാലിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയിരുന്നു. പക്ഷേ അനറ്റോളിയൻ ക്യാമ്പിലോ അവർ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടേക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ദ സ്റ്റോറി റിവീൽ ദ നൊബിലിറ്റി ഓഫ് മെറ്റേണിറ്റി? ഡിസ്ക്രൈബ്. സ്റ്റോറി മെറ്റേണിറ്റി എന്ന് പറയുന്ന മാതൃത്വം എന്ന് പറയുന്ന മഹത്വം, അതിൻ്റെ മഹത്വത്തെ എങ്ങനെയാണ് വെളിവാക്കിയത്, പ്രകടമാക്കിയത്? അത് വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നമ്മുടെ ചൈനാമാൻ്റെ അമ്മ ആ കുട്ടിയെ ഏറ്റെടുത്ത് അതിന് മുലപ്പാൽ കൊടുത്തു. ആ കുട്ടി ആരാന്ന് പോലും അറിയാത്ത കുട്ടി ഏറ്റെടുത്ത് മുലപ്പാൽ കൊടുത്തു അല്ലേ. നാലാമത്തത്: വിച്ച് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി വാസ് ദ മോസ്റ്റ് എംപത്തറ്റിക് ടു ദ ബേബി? ജസ്റ്റിഫൈ. ഏത് ക്യാരക്ടേഴ്സാണ് ഈ കഥയിലെ, ഏത് ക്യാരക്ടേഴ്സാണ് കൂടുതൽ ദയ കാണിച്ചത്? ആ കുട്ടിയോട് ഏറ്റവും കൂടുതൽ ദയ കാണിച്ച ക്യാരക്ടേഴ്സ് ആരാണ്? നിസ്സംശയം നമുക്ക് പറയാം, ആരാണ്? ചൈനാമാനും ആ ചൈനാമാൻ്റെ വൈഫുമാണ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 1: വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ അബൌട്ട് ദ ചൈനാമാൻ ആൻഡ് ഹിസ് വൈഫ്? ഹൗ ആർ ദ ഡിഫറെൻറ്റ് ഫ്രം ദ അതർ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി? ഇവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവരെങ്ങനെയാണ് മറ്റു ക്യാരക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്? റൈറ്റ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് എഴുതാനാണ്. ദ ഫോളോവിങ് ഹിൻസ് മേ ഹെൽപ്പ് യു. താഴെ കൊടുത്തിരിക്കുന്ന ഹിൻസ് നിങ്ങളെ സഹായിച്ചേക്കാം. അപ്പം എങ്ങനെയാണ് അവർ, ചൈനാമാനും അദ്ദേഹത്തിൻ്റെ വൈഫും മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തരാകുന്നത്? ഒരു പാവപ്പെട്ട ആളെ കണ്ടപ്പോൾ ചൈനാമാന് പ്രശ്നം അനുഭവിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി ചൈനാമാനായ ആ കുട്ടിയെ എടുത്ത് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ആ ചൈനാമാൻ്റെയും ഭാര്യയുടെയും സ്വഭാവം, ദയ, കാരുണ്യം, സ്നേഹം, ഇതൊക്കെയാണ് അവിടെ പ്രകടമാകുന്നത്. ആ ചൈനാമാൻ്റെ ഭാര്യ
ഏറ്റെടുത്തിട്ട് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖം മൂടി മാറ്റിയപ്പോൾ ഒരു ദയനീയമായൊരു കരച്ചിൽ കരഞ്ഞു. എന്നിട്ട് തൻ്റെ മാറോട് ചേർത്തിട്ട് മുലപ്പാൽ കൊടുക്കുന്ന രംഗാണ് നമ്മൾ കണ്ടത്. അപ്പം അത്രയും സ്നേഹവും സാഹോദര്യവും സ്നേഹവും ദയയും ഉണ്ടായിരുന്നു. ഒരു അമ്മയുടെ സ്ഥാനം ആ ചൈനാമ്മേൻ്റെ ഭാര്യ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ആക്ടിവിറ്റി എഴുതാൻ കഴിയും. ഇനി ആക്ടിവിറ്റി 2. The majority of the refugees having found nothing better were sheltered under the carpet held up at the four corner by sticks. ഇത് നമ്മൾ പാഠപുസ്തകത്തിലുള്ള 2-4 ലൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. You have understood the suffering of the people in the refugee camp. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് റെഫ്യൂജി ക്യാമ്പിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇഫ് എ ഡിസാസ്റ്റർ, ഫ്ലഡ്, സൈക്ലോൺ, എർത്ത്-ക്യൂക്ക് ഇതുപോലത്തെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ സ്ട്രൈക്ക് യുവർ നൈബറിംഗ് വില്ലേജ്, വാട്ട് ആക്ഷൻ പ്ലാൻ വിൽ യു പ്രിപ്പയർ ഫോർ ഇമ്മീഡിയറ്റ് റിലീഫ്. അപ്പോൾ നിങ്ങളുടെ അയൽ രാജ്യത്തോ നിങ്ങളുടെ നാട്ടിലോ ഇതുപോലുള്ള ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ എന്താണ് നിങ്ങൾ ഇമ്മീഡിയറ്റ് റിലീഫായിട്ട്, പെട്ടെന്നുള്ള ഒരു റിലീഫായിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ പ്ലാനാണ് കൈക്കൊള്ളുക എന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്നുള്ള ആശ്വാസ പ്രവർത്തനത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ്, മെഡിസിൻ ഇതൊക്കെ ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കും. അതുപോലെ ഫുഡ് ഐറ്റംസ് കളക്ട് ചെയ്യും. പിന്നെ പ്രാഥമിക ചികിത്സക്ക് വേണ്ട നഴ്സിംഗ് ഡോക്ടേഴ്സ് ഇതൊക്കെ നമ്മൾ അതിന് വേണ്ട ഉപകരണങ്ങൾ, വസ്തുക്കൾ ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ അറിയിക്കും. വാട്സാപ്പിലും മെസ്സേജൊക്കെ അയച്ചിട്ട് കൂട്ടുകാരൊക്കെ സഹായത്തിന് വിളിക്കും. ഇങ്ങനെ നമുക്ക് ആ പാരഗ്രാഫ് എഴുതാൻ കഴിയും. പാരഗ്രാഫാക്കിയിട്ടോ പോയിൻ്റുകളാക്കിയിട്ടോ വേണമെങ്കിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്യാം. ഇനി അതിൽ നോക്കുക. സ്റ്റഡി എ പൈ ചാർട്ട് ബിലോ ഷോയിങ് ദ എഫക്റ്റ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ഇൻ ദ വേൾഡ് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മുടെ ഭൂമിയിൽ സംഭവിച്ച നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ, അതിൻ്റെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഏതാണ് കൂടുതൽ, ഏതാണ് ഇത്ര ശതമാനം ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇനി ഇവിടെ നിങ്ങൾക്ക് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ഓൺ ദ ബേസിസ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ ചാർട്ട്. ഈ ചാർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളാണല്ലോ അത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് അപ്പിയർ ടു ബി ദ മോസ്റ്റ് ഡിസാസ്ട്രസ് ഓഫ് ഓൾ ദ കലാമിറ്റീസ്. ഈ കലാമിറ്റികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡിസാസ്ട്രസ്, വിനാശകാരിയായിട്ടുള്ളത് ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? ഫ്ലഡാണല്ലേ. എത്രയാ? 29% ഉണ്ടല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് സീം ടു ബി ദ ലീസ്റ്റ് ഡേഞ്ചറസ്. ഏറ്റവും കുറഞ്ഞ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം എന്താണ്? വളരെ ചുരുങ്ങിയത് 4% ഉള്ളത്. ഡ്രോട്ട്സ്, വരൾച്ചയാണ് ഏറ്റവും കൂടുതൽ. ഇനി ഇവിടെ ഡിസ്കസ് വാട്ട് ആർ ദ അഡ്വൈസ് എഫക്റ്റ് ഓഫ് കലാമിറ്റീസ്, ലിസ്റ്റ് ദം. ഇനി വിപത്തുകളുടെ പ്രതികൂല ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിലുള്ളത്. ഏതൊക്കെയാണ് വിപത്തുകളുടെ പ്രതികൂല ഫലങ്ങൾ? അസുഖങ്ങൾ ഉണ്ടാകൂലേ, പിന്നെ മുറിവുകളുണ്ടാകും, മാനസിക പ്രശ്നങ്ങളുണ്ടാകും, അതുപോലെ മാനസിക പ്രശ്നങ്ങളുണ്ടാകും, ഒരു കംഫർട്ടബിൾ അല്ലാതെ, പിന്നെ മാനസിക സംഘർഷം ഉണ്ടാകും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സജസ്റ്റ് എ ഫ്യൂ പ്രിക്കോഷണറി മെഷേഴ്സ് ടു റെഡ്യൂസ് ദ അഡ്വൈസ് എഫക്ട്സ് ഓഫ് സച്ച് കലാമിറ്റീസ്. ഇത്തരത്തിലുള്ള കലാമിറ്റികൾ ഒഴിവാക്കാനുള്ള ഉപാധികൾ എഴുതാനാണ്. പ്രിക്കോഷണറി എന്ന് പറഞ്ഞാൽ മുൻകരുതൽ,
എന്തൊക്കെ നമുക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ? ജനങ്ങൾക്ക് അറിവ് നൽകാൻ കഴിയും അല്ലേ? ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള അറിവുകൾ ലഭിക്കും. ആ അറിവുകൾ, ഇൻസ്ട്രക്ഷനുകൾ ലഭിക്കും. ആ ഇൻസ്ട്രക്ഷൻ കൃത്യമായി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫ്ലഡ് ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ തന്നെ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിക്കും, പുറത്തിറങ്ങരുതെന്ന് പറയും, ചിലവരോട് അവിടുന്ന് മാറി താമസമാക്കാൻ പറയും. അപ്പോൾ അവർ നൽകുന്ന ആ ഒരു നിർദ്ദേശങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകരുതലെടുക്കുക. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന് എഴുതാൻ കഴിയും. എന്തെല്ലാമാണ് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ? ഇനി ഇൻ സർട്ടൻ കേസസ് പീപ്പിൾ ആർ ഗിവൺ സം precautionary measures. A few warning related to earthquake are given in the boxes. ഇവിടെ ചില സമയങ്ങളിൽ, ചില കേസുകളിൽ ജനങ്ങൾ തന്നെ ഈ മുൻകരുതൽ എന്ന നിലക്ക് ചില വാർണിങ്ങുകൾ കൊടുക്കും. എ ഫ്യൂ വാർണിംഗ് റിലേറ്റഡ് ടു എർത്തിക്യൂക്ക്, താഴെ കുറച്ച് ഭൂമികുലുക്കവുമായി ബന്ധപ്പെട്ട വാർണിങ്ങുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്ന് വായിച്ച് നോക്കാം. മൂവ് ടു ആൻ ഏരിയ എവേ ഫ്രം ട്രീസ്, പവർ ലൈൻ, ബിൽഡിംഗ് ആൻഡ് വാൾ. ഇപ്പോൾ ഭൂമികുലുക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മോട് പറയുന്നതാണ് മരച്ചുവട്ടിലോ ബിൽഡിങ്ങിൻ്റെ മുകളിലോ അങ്ങനത്തെ ചുമരിൻ്റെ അടുത്തോ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, അവിടെ നിന്നൊക്കെ മാറി നിൽക്കാൻ. റിമെയിൻ ഇൻ പൊസിഷൻ അണ്ടിൽ ദ ഷേക്ക് ഹാസ് സ്റ്റോപ്പ്ഡ്. നമ്മളൊരു സേഫായ സ്ഥലത്ത് നിന്നാൽ പിന്നെ അങ്ങനെ ഓടിക്കളിക്കാൻ പറ്റില്ല, അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുക. ഡ്രോപ്പ് ടു നീസ് ആൻഡ് ഗെറ്റ് ഇൻ ടു എ fetal position. Close your eyes and cross your arms over the back of your neck for protection. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുമ്പിട്ടിരിക്കുന്ന ഒരു രൂപമുണ്ട്, ആ രൂപത്തിലിരിക്കാം. അങ്ങനെ പല നിർദ്ദേശങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്, വാർണിങ്ങുകൾ. ഇനി നമുക്കുള്ള ചോദ്യം എന്താണ്? പ്രിപ്പയർ എ ഫ്യൂ വാർണിംഗ് ടു ബി ഗിവൺ ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് എപ്പിഡമിക്സ് ഇൻ ദ ക്യാമ്പ്. ഒരു ക്യാമ്പിൽ അവിടെ പരക്കുന്ന പകർച്ചവ്യാധിയെ തൊട്ട് ഒഴിവാകാൻ വേണ്ടിയിട്ട് നൽകാവുന്ന വാർണിങ്ങുകൾ എന്തെല്ലാമാണ്? വളരെ സിമ്പിളാണല്ലേ. എന്തായാം, പകർച്ചവ്യാധികളെ തൊട്ട് തടയാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം കുടിക്കാൻ പറയാം. അതുപോലെ പരിസരം ശുചീകരിക്കാൻ പറയാം, വൃത്തിയാക്കാൻ പറയാം. പിന്നെ കൈ സോപ്പിട്ട് കഴുകാൻ വേണ്ടി പറയാം. പിന്നെ രോഗമുള്ള ആളുകളായിട്ട് ഇടപഴകുന്നത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് മാസ്ക് ധരിക്കാൻ പറയാം. ഇങ്ങനെ പലതും നമുക്കതിൽ നിർദ്ദേശങ്ങളായിട്ട്, വാർണിങ്ങുകളായിട്ട് എഴുതാൻ കഴിയും. അതാണ് ചോദ്യം. അതിൽ ബി, നൗ വി ക്യാൻ തിങ്ക് അബൌട്ട് ഫോമിങ് എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഫ്രം ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ലൈക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ഗ്രൂപ്പ്, ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പ്, പബ്ലിസിറ്റി വിങ് എക്സെട്ര. ഇപ്പോൾ നൗ വി ക്യാൻ തിങ്ക് അബൌട്ട് ഫോമിങ് എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി. ഒരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിക്കും. അത് ഫോം ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ലൈക്ക് മെഡിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട്, ഫുഡ് കാറ്ററിംഗ് ആയിട്ട്, അതുപോലെ പബ്ലിസിറ്റി വിങ് ആയിട്ട്, ഇങ്ങനെ കുറേ. സിറ്റ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഡിസ്കസ് വാട്ട് യു ക്യാൻ ഡു ഇൻ കേസ് ഓഫ് എമർജൻസി, പ്രസൻറ്റ് യുവർ ഐഡിയ ഇൻ ദ ക്ലാസ്. ഇവിടെ ഇങ്ങനൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ മെഡിക്കൽ അസിസ്റ്റൻ്റായിട്ടും അതുപോലെ ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പുകളായിട്ടും പബ്ലിസിറ്റി വിങ് ഇതൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ? നമുക്ക് ഇതിനെ നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കാം. ഇത് നമുക്കെങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നമുക്കാദ്യം മെഡിക്കൽ അസിസ്റ്റൻ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അതിൻ്റെ കീഴിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എമർജൻസി ആക്ഷനുകൾ എടുക്കാൻ കഴിയും. ആദ്യം ഒരു മെഡിക്കൽ അസിസ്റ്റൻ്റ് ഗ്രൂപ്പാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ആദ്യം അവിടെ എത്തണം. എവിടെയാണോ പ്രശ്നങ്ങൾ നടന്നത് അവിടെ ഫസ്റ്റ് എയ്ഡ് എക്യുപ്മെൻറ്റ്സുമായിട്ട്, പ്രാഥമിക ചികിത്സയുടെ കാര്യങ്ങളുമായിട്ട് വേഗം അവിടെ എത്തുക.
പിന്നെന്താ അവിടെ ജനങ്ങളൊക്കെ ആകെ പാനിക്കായിരിക്കും, അവിടെ ഭയങ്കര പ്രശ്നത്തിലും മാനസിക സംഘർഷത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ജനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ അവരൊരു സേഫ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. സ്പെഷ്യലായിട്ടുള്ള മെഡിക്കൽ പരിചരണങ്ങൾ നൽകുക. മുറിവൊക്കെ പറ്റിയവർക്ക് അതിന് വേണ്ട സഹായങ്ങൾ, സ്പെഷ്യൽ മെഡിക്കൽ കെയറുകൾ നൽകുക. പിന്നെ മുറിവ് പറ്റിയവർക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി പുതിയ ഡ്രസ്സ് ധരിപ്പിക്കുക, ഡോക്ടേഴ്സിനെ അവിടെ എത്തിക്കുക, രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകളൊക്കെ നടക്കുക. ഇതൊക്കെ നമുക്ക് നടത്താൻ കഴിയും. ഇനി ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പാണെങ്കിലോ, അവിടെ വേഗം എത്തുക, ഫുഡൊക്കെ ആയിട്ട് ഫുഡ് പാക്കൊക്കെ ആയിട്ട് അവിടെ എത്തുക, വെള്ളവുമായിട്ട് അവിടെ എത്തുക, എന്നിട്ട് അത് വിതരണം ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. പിന്നെ നല്ല ഫുഡും വാട്ടറും അവിടെ എത്തിക്കുക, അവിടുത്തെ കാലാവസ്ഥയും ഇതൊക്കെ നോക്കിയിട്ടുള്ള അതൊക്കെ എത്തിക്കുക. അത് ഈ ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ പബ്ലിസിറ്റി വിങ് ആണെങ്കിൽ അവർക്ക് ബോധവൽക്കരണം നൽകിക്കൊണ്ടുള്ള ഈ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിന്നും ബോധവൽക്കരണം നൽകിക്കൊണ്ടുള്ള പബ്ലിക് അവെയർനെസ് നൽകാൻ കഴിയും. പിന്നെ മെസ്സേജുകൾ ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള ഇതിലൂടെ ഈ ദുരന്തത്തെ ഇതാക്കിയിട്ടുള്ള മെസ്സേജുകൾ നൽകാൻ കഴിയും. പിന്നെ പത്രമാധ്യമങ്ങളിൽ വാർത്ത നൽകാൻ കഴിയും. ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിൽ നിന്ന് ബോധവൽക്കരണം നൽകാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നൽകാൻ കഴിയും. ഇങ്ങനെയാണ് ഇത്. അപ്പോൾ ഓരോ വിഭാഗങ്ങളാക്കുക: മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ്, ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പ്, പബ്ലിസിറ്റി വിങ്, ഇങ്ങനെ ഓരോ വിഭാഗങ്ങളാക്കുക. ആ വിഭാഗങ്ങൾക്ക് കീഴിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ഇതിൽ സപ്പോസ് യു ആർ ദ കൺവീനർ ഓഫ് ദ പബ്ലിസിറ്റി കമ്മിറ്റി. നിങ്ങൾ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഒരു കൺവീനറാണ് എന്ന് ഇമാജിൻ ചെയ്യുക. വാട്ട് ക്യാൻ യു ഡു? എന്ത് ചെയ്യാൻ കഴിയും? ടു എൻഷുർ കമ്മ്യൂണിറ്റി സപ്പോർട്ട്. കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സപ്പോർട്ട് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പോസ്റ്റർ ഉണ്ടാക്കാം, അല്ലേ? നോട്ടീസ് അടിക്കുക. അതുപോലെ വാട്സപ്പ് മെസ്സേജുകളിൽ, ഫേസ്ബുക്കുകളിലൊക്കെ മെസ്സേജ് അയക്കുക, അനൗൺസ്മെൻറ്റ്, ഇതുപോലുള്ള ന്യൂസ് പ്രസ് കാര്യങ്ങളിലൊക്കെ അറിയിക്കുക. ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുക. ഇനി നൗ ഡിസൈൻ പോസ്റ്റർ ടു മേക്ക് ദ കമ്മ്യൂണിറ്റി അവെയർ ഓഫ് ദ ഡേഞ്ചറസ് ഓഫ് എപ്പിഡമിക്. ഇതുപോലുള്ള പകർച്ചവ്യാധികളുടെ ഭയാനകതയെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടം പോലെ പോസ്റ്ററുകൾ നമുക്ക് കിട്ടും. ഈ കൊതുക് കടിക്കുന്നതിനെ കുറിച്ചിട്ടും, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമുക്കവിടെ കുറേ പോസ്റ്ററുകൾ കാണാൻ കഴിയും, ബോധവൽക്കരണം നൽകിയിട്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിലുള്ള ഡി. ഓക്കെ, ഇനി ലാംഗ്വേജ് ആക്ടിവിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു വെരി മച്ച്.